കരുതിക്കുട്ടിയുടെ നീക്കോ നന്ദനയുടേത്. ആദ്യമേ ഒറ്റയ്ക്ക് കയറി അങ്ങ് ഗോൾ അടിക്കുക. മുൻകൂർ ജാമ്യം എടുക്കേണ്ടത് നന്ദനയുടെ ആവശ്യമല്ലേ? ഈ കാണുന്നത് മുഴുവൻ കള്ളക്കണക്കുകളാ, നന്ദന ഉണ്ടാക്കിയ വ്യാജരേഖകളാ. നന്ദനയോടുള്ള ദേഷ്യം കാരണം അതും ഇതും പറയരുതേ കാർത്തികേ. എനിക്ക് ഉറപ്പുള്ള കാര്യമാ, ഇത് മുഴുവൻ കള്ളക്കണക്കുകളാ. എങ്കിലേ ഇപ്പൊ തന്നെ നമുക്ക് ഓഫീസ് വരെ ഒന്ന് പോവാം. അതെന്തിനാ? ഇത് നന്ദന വ്യാജമായി ഉണ്ടാക്കിയ രേഖകളാണെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ളത് ഓഫീസിൽ കാണുമല്ലോ. ഒത്തുനോക്കാം. എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഓഫീസിൽ പോക്ക് അതോടെ തീർന്നു. മേലാൽ ആ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. കാർത്തിക ഒറ്റയ്ക്ക് ബിസിനസ് ഭരിച്ചു. മറിച്ച് തെറ്റ് കാർത്തികയുടെ ഭാഗത്താണെങ്കിൽ ഓഫീസിൽ നിന്ന് മാത്രമല്ല, ഈ വീട്ടിൽ നിന്ന് നിന്നെ ഞാൻ അടിച്ചിറക്കും. എന്തു പറയുന്നു? ഓഫീസിലേക്ക് പോവല്ലേ? പക്ഷേ എനിക്ക് കണക്കുകളെല്ലാം ഒന്നുകൂടി നോക്കണം, ഒരു വെരിഫിക്കേഷൻ. അപ്പോ വേണ്ടതുപോലെ പരിശോധിക്കാതെയാണോ നന്ദന കട്ടുമുടിച്ചതെന്ന് കാർത്തിക പറഞ്ഞത്? അതിന്റെ പേരിൽ മാനേജരെ പിരിച്ചുവിടുന്നത്? ഉത്തരവാദിത്തങ്ങളുള്ള ഒരു സീറ്റിൽ കയറിയിരുന്നു കൊണ്ട് ഇങ്ങനെയാണോ കാർത്തിക തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ നന്ദനെ കൂടി വിളിക്കാം. ഓഫീസിൽ പോയി എല്ലാം പരിശോധിച്ചിട്ട് ബാക്കി കാര്യം. ആ മാനേജറോടും വരാൻ പറയാം. അമ്മേ, എന്താ? കാർത്തിക അക്കൗണ്ട്സ് ഒന്നുകൂടെ നോക്കണമെന്ന് പറഞ്ഞല്ലോ. പിന്നെ അമ്മയ്ക്ക് എന്താ അത്ര ധൃതി? നന്ദനയുടെ മുമ്പിൽ ഇവിടെ കൊച്ചാക്കി കാണിക്കാനായിരിക്കും. ഇത് നിനക്ക് മാത്രമുള്ളതല്ല, കാർത്തികയ്ക്കും കൂടിയുള്ള അടിയായി തന്നത്. മരുമുളത്തലി എന്നുള്ള പേരുദോഷം ഉണ്ടാവാതിരിക്കാനാ ഞാൻ ഇങ്ങനെ ചെയ്തത്. പിന്നെ നിന്റെ പിടിപ്പുകേടിനുള്ള ചെറിയൊരു താക്കീതും. ആരോടെങ്കിലും തോന്നുന്ന വിരോധം തീർക്കാനുള്ള സ്ഥലമല്ല ഓഫീസ്. നാളെ ഞാനും വരുന്നുണ്ട്. എല്ലാ കണക്കുകളൊന്ന് കാണട്ടെ, ബാക്കി പിന്നെ. മനഃപൂർവ്വം ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ശിക്ഷ കിട്ടും. മക്കളായാലും മരുമക്കളായാലും. നീ ആ ഡോറങ്ങടക്കി. തൃപ്തി ആയല്ലോ നിനക്ക്? ഞാൻ എന്ത് ചെയ്തിട്ടാ എതിയേട്ടാ? അമ്മ ഇങ്ങനൊരു കടുങ്കൈ കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതാണോ? ഓർക്കപ്പുറത്തുള്ള പണിയായി പോയി. അടിച്ചത് എതിയേട്ടനെയാണെങ്കിലും കൊണ്ടതെനിക്കാ. അമ്മ അത് പറയുകയും ചെയ്തില്ലേ? ഇതുകൊണ്ട് തീർന്നില്ല. നാളെ അമ്മ ഓഫീസിൽ വരുമെന്ന് പറഞ്ഞത് കേട്ടില്ലേ? എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? നന്ദനയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പാകത്തിന് എന്തെങ്കിലും തെളിവ് നിന്റെ കൈവശം ഉണ്ടോ? ആ മാനേജർ മാൽ പ്രാക്ടീസ് നടത്തിയത് നിനക്ക് തെളിയിക്കാൻ പറ്റുമോ? ഒരു എവിഡൻസ് എങ്കിലും ഉണ്ടോ അമ്മയുടെ മുമ്പിൽ കാണിക്കാൻ? ഉണ്ടോന്ന്? ഇല്ല. പിന്നെ എന്തുദ്ദേശിച്ചാ നീ വാചകമൊക്കെ അടിച്ചത്? ഉണ്ടായിരുന്ന കണക്കും കടലാസും എല്ലാം നന്ദനെ പൊക്കിക്കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞു. ഇനിയാവട്ടെ, ഞാൻ ശ്രദ്ധിക്കാം. ഇനി എന്ത് ശ്രദ്ധിക്കാനാ? തലയിലെ ആൾ താമസം വേണം.
ഈ കഞ്ഞിയും കറിയും വെക്കുന്ന പോലെയല്ല ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. കരുതലോടെ വേണം ഓരോ സ്റ്റെപ്പും വെക്കാൻ. യതിയേട്ടൻ കരുതലോടെ സ്റ്റെപ്പുകൾ വെച്ച് വെച്ചാണല്ലോ കാര്യങ്ങൾ ഇത്രത്തോളം വഷളായത്. ഒരുമാതിരി മുള്ളുവാക്ക് പറയരുത്. ഒന്നാമതെ കലിയേറിയിരിക്കാൻ ഞാൻ ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് ഇനി എങ്ങനെ ഈ കുരുക്കിന്ന് രക്ഷപ്പെടാന്ന് ഓർത്തിരിക്കാൻ നീ. യതിയേട്ടൻ വിചാരിച്ച എന്തെങ്കിലും ഒരു പോംവഴി തോന്നാതിരിക്കില്ല. നീയൊന്നും മിണ്ടായിരിക്കണ്ട. മോശം. ആഹാരം എടുക്കണോ? ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ചോദിച്ചതാ. വേണ്ട. അമ്മയുടെ വക പുതിയൊരു റൂള് നിലവിൽ വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കണമായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ല, രാത്രി ഒരുപാട് വൈകി വന്നാ അതിനുള്ള കാരണം അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയണം. ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം ഞാൻ അമ്മയെ ബോധിപ്പിക്കണമെന്നാ റൂള്. ഉത്തരവ് അമ്മയുടെ വകയാണോ അത് സ്വന്തം നിലയ്ക്ക് ഉണ്ടാക്കിയതാണോ? അങ്ങനെ ഒരു വളഞ്ഞ വഴിയുടെ ആവശ്യം എനിക്കില്ല. അമ്മയോട് ഞാൻ എന്താ പറയണ്ടേ? താനൊന്നും പറയണമെന്നില്ല. അമ്മ അറിയേണ്ടത് അമ്മയോടും ഭാര്യ അറിയേണ്ടത് ഭാര്യയോടും പറയാൻ എനിക്കറിയാം. അതിനൊരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. ആ, അതാ എനിക്ക് നല്ലത്. രണ്ടുപേരുടെ നടുവിൽ ഇങ്ങനെ കിടന്ന് മുഷിയുണ്ടല്ലോ. എന്നാ പിന്നെ ഞാൻ അമ്മയെ വിളിക്കാം. ഈ സമയത്തോ? എന്തിനാ അത്? മറുപടി എനിക്ക് തൃപ്തികരമല്ലെങ്കിൽ ഏത് സമയത്താണെങ്കിലും വിളിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ടും കൽപ്പിച്ചാണല്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? വിളിക്കട്ടെ അമ്മേ? വേണ്ട, കാരണം ഞാൻ വിശദമായി പറഞ്ഞുതരാം. അത് മതിയാവുമെന്ന് വിചാരിക്കുന്നു. എന്താ എന്നോട് പറയാനുള്ളത്? അറിയാനുള്ളത് എന്താണെന്ന് വ്യക്തമായി ചോദിക്ക്, അപ്പൊ ആൻസർ കിട്ടും. ഭർത്താവ് കൂടണയുന്നതും കാത്ത് രാത്രി അസമയം വരെ ഉറങ്ങാതിരിക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടാ. തമാശ പറയാണോ താൻ? ഭർത്താവ് എന്ന് ഉദ്ദേശിച്ചത് എന്നെ തന്നെയല്ലേ? രാത്രി ലേറ്റ് നൈറ്റിൽ എന്നെ കാത്തിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത്തരം ഫോർമാലിറ്റീസ് വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. രാത്രി അസമയം വരെ കാത്തിരിക്കുന്ന പോലും കണ്ണിൽ എണ്ണ ഒഴിച്ചതും കൂടി പറയായിരുന്നു. അങ്ങനെയാണല്ലോ ആ ഡയലോഗിന്റെ ഒരു പതിവ് ശൈലി. അല്ല, താനെന്തിനാ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? ഭാര്യയായി പോയതുകൊണ്ട്. മറ്റുള്ളവരുടെ മുമ്പിലെങ്കിൽ അതാണല്ലോ. അമ്മയും മറ്റൊക്കെയുള്ള വീടല്ലേ. ഇന്ന് ഞാൻ കാത്തിരുന്നതിന് വേറെയും കാരണമുണ്ട്. ഓ, അതെന്താ? ഓഫീസിൽ ചില ഇഷ്യൂസ് ഉണ്ടായി. പ്ലീസ് ഇപ്പൊ കേക്കണ്ട. പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാ. ഇന്നിനി ഈ സമയത്ത് ആ മാറ്റർ എടുത്തിട്ടുണ്ടാ, എത്ര ഇമ്പോർട്ടന്റ് ആയാലും. ശരി, എങ്കിൽ എനിക്കറിയാനുള്ള കാര്യത്തിലേക്ക് വരാം. ആ, അതാ നല്ലത്. ഏത് ഭാര്യയും കുട്ടിയും കാണാനാ ഇന്ന് പോയത്? മനസ്സിലായില്ല. അത് മനസ്സിലായില്ലെന്ന് നടിക്കാണോ? എന്തിന്? എനിക്ക് തന്നെ പേടിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ?
അത്ര അബദ്ധധാരണകളൊന്നും വേണ്ട. എന്നെ പേടിക്കണ്ട, ഞാനാര്? പക്ഷെ സ്വയം ഭയപ്പെടണം. ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ താൻ പേടിക്കണം. സാര ഉപദേശം വേണ്ട. ഭാര്യയുടെ സ്ഥാനത്ത് കയറി നിന്നുള്ള ചോദ്യം ചെയ്യലുണ്ടല്ലോ, അത് തീരെ വേണ്ട. എന്നാ ഞാൻ അമ്മയെ വിളിക്കാം, അമ്മോട് പറഞ്ഞാ മതി. നാടകക്കളരിക്കും റിഹേഴ്സലിനും ഒക്കെയാ നേരത്തെ രാത്രിയിൽ പോയിക്കൊണ്ടിരുന്നത്. കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടാ പോയിക്കൊണ്ടിരുന്നത്. പോകാൻ നേരം വിട്ടുപോയാലും വരുമ്പോ പറയാൻ മടി കാണിച്ചിട്ടില്ല. എന്നാ ഇപ്പോഴിപ്പോ അത്തരം പറച്ചിലുകളൊന്നുമില്ല. മിക്ക ദിവസങ്ങളും യാത്രകളുണ്ട് താനും. ഇങ്ങോട്ടാളുകളൊക്കെ അന്വേഷിച്ചു വരാനും തുടങ്ങി. അപ്പൊ ചോദിക്കേണ്ടത് ഭാര്യ എന്ന നിലയ്ക്കുള്ള എന്റെ കടമയോ അവകാശമോ അല്ല, ആവശ്യമാണ്. അല്ലെങ്കിൽ അമ്മ നാളെ വിവരങ്ങൾ അറിഞ്ഞിട്ട് ചോദിച്ചാ എനിക്ക് മറുപടി ഇല്ലാതാവും. അതുകൊണ്ടാ ചോദിച്ചത്. ഇന്ന് ഏത് സപത്നിയെ സന്ദർശിച്ചത്? അതോ ഭാര്യയും മകളെയും കൂട്ടി സിനിമയ്ക്കോ മറ്റോ പോയിരുന്നോ? ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞല്ലോ, സപത്നി. നാടകത്തിലെ ഡയലോഗ് പോലെ ഉണ്ട്. മൊത്തം നാടകമാണല്ലോ നടക്കുന്നത്. ആർക്കും ആരുടെയും റോള് വ്യക്തമായി അറിഞ്ഞുകൂടുന്നു മാത്രം. എല്ലാവരും ചേർത്ത് പറയണ്ട. എനിക്ക് എന്റെ റോളിനെ പറ്റി വ്യക്തമായി അറിയാം. അതിനനുസരിച്ച് അഭിനയിക്കുന്നുണ്ട്. ഓ, തന്നോളം വരില്ല എന്റെ ആക്ടിങ്. അഭിനയിക്കാന്ന് സമ്മതിച്ചാ താൻ ക്യാരക്ടർ ഏറ്റെടുത്ത് കൊണ്ടുപിടിച്ച് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് തനിക്ക് തോന്നുന്നുണ്ടാവാം. കാണുന്ന എനിക്ക് പക്ഷെ പലപ്പോഴും ബോറായിട്ട് അനുഭവപ്പെടുന്നു. അത് കാഴ്ചയുടെ പ്രശ്നം കൊണ്ടായിരിക്കും. ആ, അങ്ങനെ തനിക്ക് സ്വയം സമാധാനിക്കാം. ഇതൊന്നും ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയല്ല. പരിധി വിട്ടുള്ള രാത്രി യാത്രകളെ കുറിച്ച് എനിക്കറിയേണ്ടത്. അത് എന്റെ സമാധാനത്തിന് വേണ്ടിയല്ല, അമ്മയെ ബോധ്യപ്പെടുത്താൻ. അമ്മയോടെ ഉള്ളത് രക്ഷയായി, അല്ലെങ്കിൽ താൻ പെട്ടുപോയനെ. അങ്ങനെയല്ല പറയേണ്ടത്. അമ്മയുള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടുപോയത്. അല്ലെങ്കിൽ എന്നെ രക്ഷപ്പെടുമായിരുന്നു. ഞാനും അറിയാതെയാണെങ്കിലും സംസാരിച്ചു വന്നപ്പോൾ മനസ്സിലുള്ളത് താൻ വെളിപ്പെടുത്തി. രക്ഷപ്പെടണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം തനിക്കിവിടെ ഉണ്ട്. എന്നുവെച്ചാ ഈ കുടുംബത്തിന്റെ പരിമിതികൾക്ക് അകത്തു നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യം. പക്ഷെ താൻ സാറ്റിസ്ഫൈഡ് അല്ല. കൂടുതൽ ഫ്രീഡം വേണമെങ്കിൽ ആവാം, ഫ്രണ്ട്ഷിപ്പ് ആവാം. ഇപ്പൊ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ, എല്ലാം ഈ വീടിന് പുറത്ത്. എഴുതാപ്പുറം വായിക്കാണ്. ആണോ? ഉറപ്പുണ്ടോ? എങ്കിൽ ആ പേജുകളിൽ ഇനിയായാലും ഒന്നും എഴുതാതിരിക്കുന്നതാ നല്ലത്. എനിക്കല്ല, തനിക്ക്. കാർത്തികേ, 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 യതീന്ദ്ര. എന്താമേ? അല്ല, കാർത്തിക എഴുന്നേറ്റില്ലേ? ഇന്ന് രാവിലെ ചായ ഇടുന്ന ഡ്യൂട്ടി സ്വയം ഏറ്റതാണല്ലോ. അവൾക്ക് നല്ല സുഖമില്ല. എന്തുപറ്റി? ഭയങ്കര തലവേദന, പോരാത്തിനും തൊണ്ടയ്ക്കും വേദനയുണ്ട്. അതിന് ഇന്നലെ രാത്രി കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഒരു തലവേദന വരാൻ അധികം സമയം വല്ലതും വേണം? ഓ, അത് വേണ്ട. എന്താ അമ്മേ? കാർത്തികയ്ക്ക് സുഖമില്ലെന്ന്. നേരത്തെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എണീറ്റ് വരുമായിരുന്നല്ലോ. എന്തുപറ്റി കാർത്തികേച്ചയ്ക്ക്? തലവേദന, തൊണ്ടനോവ്, പിന്നെ പല്ലിനും വേദനയുണ്ടെന്ന് പറയുന്നു.
പല്ലിന് വേദനയുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനിപ്പോ ചായ ഇടാം. സുഖമില്ലാത്തോണ്ട് കാർത്തിക് ഇന്ന് ഓഫീസിൽ പോകുന്നില്ലായിരിക്കും അല്ലേ യതീന്ദ്ര? അതെ അതെ, എങ്ങനെ പോവാനാ? 10 മണിയാവട്ടെ, കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണം. ഓ, ഡോക്ടറെ കണ്ടിട്ടും പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതെന്താ? തലവേദന മാത്രമല്ലല്ലോ, തൊണ്ടയ്ക്കും വേദനയില്ലേ? മിക്കവാറും ഒരു 3-4 ദിവസമെങ്കിലും അതങ്ങോട്ട് നീണ്ടു നിൽക്കും. സൂക്ഷിക്കണം. പതിവ് സമയമായിട്ടും ചായ കാണാത്തപ്പോ മെസ്സ് അവധിയായിരിക്കുന്നു വിചാരിച്ചു. പുറത്തു പോയി ചായ കുടിക്കുന്ന ശീലം ഇല്ല താനും. പുതിയ ശീലങ്ങൾ ഇല്ലാതിരിക്കുന്നത് തന്നെയാ നല്ലത്. സൂചന മനസ്സിലായി. അനിയന്റെ ഭാര്യ ഇന്നലെ മുതൽ രണ്ടും കൽപ്പിച്ച് ഗോതയിൽ ഇറങ്ങിയിരിക്കാം. ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം? ഓഫീസിലും കുസ്തി പിടിക്കാൻ തനിക്കൊരാളായല്ലോ. ഓഫീസിലും എന്ന് പറയുന്ന കേട്ടാ തോന്നും വീട്ടിലും ഞാൻ ആരുമായിട്ടോ ഗുസ്തി പിടിക്കുകയാണെന്ന്. വീട്ടിലുള്ളവർ കൈകോർക്കാതെ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട് അത്യാഹിതൊന്നും സംഭവിക്കുന്നില്ല. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? കാർത്തികായിട്ട് അംഗം കുറിക്കാനാണോ? അങ്ങനൊരു ഉദ്ദേശം എനിക്കില്ല. കാർത്തികച്ചയുടെ പരിപാടി എന്താണെന്ന് അറിയില്ല. പുള്ളിക്കാരിക്ക് പിന്നെ ഭർത്താവിന്റെ പിന്തുണയുണ്ട്. ഓ, അപ്പൊ കോച്ചില്ലാത്തതാണ് തന്റെ പ്രോബ്ലം. അമ്മയുണ്ടല്ലോ എല്ലാ പ്രോത്സാഹനം തരാൻ. റെഫറി ആവാൻ പോലും ഞാനില്ല, നേരത്തെ പറഞ്ഞേക്കാം. എനിക്കതിന് സമയമില്ല, താല്പര്യമില്ല. സമയവും താല്പര്യമുള്ളത് എന്തിനൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ഒരേ കാര്യം പരാമർശിച്ച് സ്വയം തരം താഴണമെന്നില്ല. അപ്പൊ തരം താഴ്ന്ന കാര്യമാണെന്ന് അറിയാം. ഒരു തർക്കത്തിന് വേണ്ടിയാണെങ്കിലും സമ്മതിച്ചല്ലോ. ചായ മുഴുവനും കുടിക്കുന്നില്ലേ? ഒരു ചായ കപ്പ് കൂടി വീണോടയാൻ സ്കോപ്പുള്ള സിറ്റുവേഷനാണ്. താനത് പ്രതീക്ഷിച്ചു കാണും. അയ്യോ ഇല്ല, ഇനി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ. ഗുഡ്. അത്തരം നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് കൊള്ളാം. Yeah.